പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് നമ്മുടെ മൻസൂർ അലി കാപ്പുങ്കൽ സാറിൻ്റെ തൊഴിൽ വീതിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിൻ്റെ മേധാവിയായി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിൻ്റെ മേധാവിയായി വീണ്ടും നിയമിതനായ വ്യക്തി ആരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് റായുടെ മേധാവിയായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സമന്ത് കുമാർ ഗോയലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ സമന്ത് കുമാർ ഗോയലിനെയാണ് നിലവിൽ റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിൻ്റെ മേധാവിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സഹായിക്കുന്നതിനായിട്ടുള്ള ഉപദേശക സമിതിയുടെ ചെയർമാനായി രഞ്ജിത്ത് ബജാജിനെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലാണ് ഇടപെടുന്നത് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ള കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സഹായിക്കുന്നതിനായുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ രഞ്ജിത്ത് ബജാജ് ആണ്. എന്നാൽ ഈ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലാണ് ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ, അമച്വർ ബേസ്ബോൾ അസോസിയേഷൻ, ബാഡ്മിൻ്റൺ അസോസിയേഷൻ, ഫുട്ബോൾ ഫെഡറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നും അതുപോലെ തന്നെ രഞ്ജിത്ത് ബജാജ് എന്നും കേട്ടാൽ ഫുട്ബോൾ ഫെഡറേഷന് ഓർമ്മ വരണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സഹായിക്കുന്നതിനായുള്ള ഉപദേശക സമിതിയുടെ ചെയർമാനാണ് രഞ്ജിത്ത് ബജാജ്. ഈ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, ദൈനംദിന കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കമ്മിറ്റിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. മൂന്നാമത്തെ ചോദ്യം, എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം, ആഭ്യന്തര റോക്കറ്റായിട്ടുള്ള നൂറി എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി വിജയകരമായി ഉപഗ്രഹ വിക്ഷേപണം നടത്തിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ആഭ്യന്തര റോക്കറ്റായിട്ടുള്ള നൂറി ഉപയോഗിച്ച് ആദ്യമായി ഉപഗ്രഹ വിക്ഷേപണം നടത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പോൾ നൂറി എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയുടെ ആഭ്യന്തര റോക്കറ്റാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? റീസെൻ്റായിട്ട് നമ്മുടെ ദക്ഷിണ കൊറിയ ഉപഗ്രഹ വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നൂറി എന്ന് കേട്ടാൽ ദക്ഷിണ കൊറിയയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, എ അബ്ദുൾ ഹക്കീം താഴെ നൽകിയിട്ടുള്ളവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് സ്ഥാനത്തേക്കാണ് നിയമിതനായതെന്നാണ് ചോദ്യം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കറണ്ട് അഫെയർ ചോദ്യമാണ്. എ അബ്ദുൾ ഹക്കീം. അപ്പോൾ എ അബ്ദുൾ ഹക്കീമാണ് നിലവിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എ അബ്ദുൾ ഹക്കീമിനെയാണ് നിലവിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുള്ളത്. തെറ്റിക്കരുത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, നമുക്കടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലും വിദേശത്തും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ത്? ക്യാമ്പസ് പവർ. ഇത് ആരംഭിച്ച ബാങ്ക് ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. അറിയാമോ? ക്യാമ്പസ് പവർ എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ച ബാങ്ക് ICICI ബാങ്കാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. പവർ ഇന്ത്യയിലും വിദേശത്തും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ക്യാമ്പസ് പവർ. ഇത് കൊണ്ടുവന്ന ബാങ്കാണ് ആര്? നമ്മുടെ ICICI ബാങ്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ഏഴാമത്തെ ചോദ്യം, ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏത് മുൻ ഇന്ത്യൻ താരത്തിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തത് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏത് മുൻ ഇന്ത്യൻ താരത്തിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തത്? അറിയാമോ? അത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. നമ്മുടെ സുനിൽ ഗവാസ്കർ ആണ് കേട്ടോ. അപ്പോൾ സുനിൽ ഗവാസ്കറിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ട് നാമകരണം ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ സംസ്ഥാന അധിഷ്ഠിതമായിട്ടുള്ള പൊതുഗതാഗത സേവനമാണ് 2022 UN പബ്ലിക് സർവീസ് അവാർഡിന് അർഹമായത് എന്നാണ് അടുത്ത ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഏത് ഇന്ത്യൻ സംസ്ഥാന അധിഷ്ഠിത പൊതുഗതാഗത സേവനമാണ് 2022 UN പബ്ലിക് സർവീസ് അവാർഡിന് അർഹമായതെന്ന് ചോദിച്ചാൽ അത് മോബസ് ആണ്. ഒഡീഷയാണ് കേട്ടോ. അപ്പോൾ ഒഡീഷയിലെ മോബസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനാണ് 2022 UN പബ്ലിക് സർവീസ് അവാർഡിന് കിട്ടിയത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? അപ്പോൾ റീസെൻ്റായിട്ട് IBയുടെ പുതിയ ഡയറക്ടറായിട്ട് ആരെയാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ ആരെയാണ്? നമ്മുടെ തപൻ കുമാർ ദേക്കയാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. തപൻ കുമാർ ദേക്കയാണ് നിലവിലെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചെസ് ഒളിമ്പ്യാഡ് 2022 വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ശ്രദ്ധിക്കുക, ചെസ് ഒളിമ്പ്യാഡ് 2022 വേദിയാവുന്ന ഇന്ത്യൻ നഗരം ഏതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അത് നമ്മുടെ ചെന്നൈ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ചെന്നൈ ആണ് ചെസ് ഒളിമ്പ്യാഡ് 2022 വേദിയാവുന്നത് എന്നെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഏത് സംഘടനയാണ് അതിൻ്റെ പേറ്റൻറ്റ് നേടിയ
തദ്ദേശീയ സോളാർ കുക്ക് ടോപ്പായിട്ടുള്ള സൂര്യാനൂതൻ അനാവരണം ചെയ്തതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഏത് സംഘടനയാണ് അതിൻ്റെ പേറ്റൻറ്റ് നേടിയിട്ടുള്ള സോളാർ കുക്ക് ടോപ്പായിട്ടുള്ള സൂര്യാനൂതൻ എന്ന് പറയുന്നത് ഒരു സോളാർ കുക്ക് ടോപ്പാണ്, ഇത് അനാവരണം ചെയ്തത് ഏത് കമ്പനിയാണ് എന്നാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. അത് നമ്മുടെ ഏത് കമ്പനിയാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് കേട്ടോ. IOC ആണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സോളാർ കുക്ക് ടോപ്പായിട്ടുള്ള സൂര്യാനൂതന് പേറ്റൻറ്റ് നേടിയത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 5ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. തമിഴ്നടൻ മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച റോക്കറ്റ്രി ദി നമ്പി എഫക്റ്റ് എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? നമ്മളെല്ലാവരും കണ്ട സിനിമയാണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളാരും ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റോക്കറ്റ്രി എന്ന് പറയുന്ന സിനിമ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ല സിനിമയാണ്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തമിഴ്നാടനായിട്ടുള്ള മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് എന്ത്, റോക്കറ്റ്രി ദി നമ്പി എഫക്റ്റ്. ഇത് ആരുടെ ജീവിതകഥയാണ് എന്ന് ചോദിച്ചാൽ ആരെയാണ്? നമ്മുടെ നമ്പി നാരായണനാണ് അല്ലേ. അപ്പോൾ നമ്പി നാരായണൻ, അപ്പോൾ ഈ ഒരു കേസിലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ നമ്മുടെ ISROയുടെയൊക്കെ ചെയർമാനായി മാറാൻ സാധ്യതയുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ആര്? നമ്മുടെ നമ്പി നാരായണൻ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കള്ള കേസ്, നമ്മുടെ നമ്പി നാരായണൻ ചാരക്കേസ് അറിയാമല്ലോ. അപ്പോൾ ഈ ചാരക്കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥ കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. റോക്കറ്റ്രി എന്നാണ് സിനിമ. കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തി എന്ത് ചെയ്യുക, ഈ ഒരു സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തമിഴ്നാടനായിട്ടുള്ള മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച റോക്കറ്റ്രി ദി നമ്പി എഫക്റ്റ് എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണെന്ന് ചോദിച്ചാൽ നമ്പി നാരായണൻ്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ നമുക്കെല്ലാം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കി പോകാം. റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ്ങിൻ്റെ മേധാവിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ഒന്ന് പറയാനായി ശ്രമിച്ചേ. ആരാണ്? സമന്ത് കുമാർ ഗോയലാണ് അല്ലേ. സമന്ത് കുമാർ ഗോയലാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലാണ് ഇടപെടുന്നത്? നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആണ് അല്ലേ. ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് ആര്? നമ്മുടെ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത 3ാമത്തെ ചോദ്യം. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. വിജയകരമായി ആദ്യത്തെ ആഭ്യന്തര റോക്കറ്റായിട്ടുള്ള നൂറി വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ നമ്മുടെ ദക്ഷിണ കൊറിയയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം ആരാണ്? നമ്മുടെ നിലവിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് ആര്? നമ്മുടെ അബ്ദുൽ ഹക്കീം. അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ത്, ക്യാമ്പസ് പവർ. ഇത് കൊണ്ടുവന്ന ബാങ്ക് ചോദിച്ചാൽ ICICI ബാങ്കാണ്. ലെസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആരുടെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ സുനിൽ ഗവാസ്കറിൻ്റെ പേരിലാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ സംസ്ഥാന അധിഷ്ഠിത പൊതുഗതാഗത സേവനത്തിനാണ് 2022 UN പബ്ലിക് സർവീസ് അവാർഡ് കിട്ടിയതെന്ന് ചോദിച്ചാൽ മോബസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് ഒഡീഷയാണ് കൊണ്ടുവന്നത്. IBയുടെ നിലവിലത്തെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ തപൻകുമാർ ദേഹയാണ്. ചെസ് ഒളിമ്പ്യാഡ് 2022 വേദിയാവുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചാൽ ചെന്നൈയാണ്. ഏത് സംഘടനയാണ് അതിൻ്റെ പേറ്റൻറ്റ് നേടിയിട്ടുള്ള തദ്ദേശീയ സോളാർ കുക്ക് ടോപ്പായിട്ടുള്ള സൂര്യാനൂതൻ അനാവരണം ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. 5ാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ മാധവൻ അല്ലേ, തമിഴ്നാടനായിട്ടുള്ള മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് എന്ത്, റോക്കറ്റ്രി ദി നമ്പി എഫക്റ്റ്. ഇത് നമ്മുടെ നമ്പി നാരായണനെ കുറിച്ചുള്ള കഥയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പുതിയ ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങളെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താനായി കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ തരുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് Instagram ID ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.